കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് രേഖകളെ, വിരോധമായിരുന്ന രേഖകളെ യേശു തന്റെ ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. അവിടെ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുവാൻ എഴുതിയിരിക്കുന്ന വാക്ക് എക്സാലിഫോ എന്നാണ്. എക്സാലിഫോ എന്ന് പറഞ്ഞാൽ ടു സ്മിയർ ഔട്ട്, ടു വൈപ്പ് അവേ എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ തൂത്ത് കളയുക, മായ്ച്ചു കളയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതിന് മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട്. ടു പ്ലാസ്റ്റർ, ടു മേക്ക് ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ അദൃശ്യമാക്കി കളയുക, അതിനുള്ളിൽ പ്ലാസ്റ്റർ ചെയ്ത് കളയുക എന്നൊരർത്ഥം കൂടി ഈ എക്സാലിഫോയ്ക്കുണ്ട്. അതിനകത്തുനിന്നൊരു ആത്മീയ ദൂത് ഞാൻ പറയാം. ശത്രു നമുക്ക് വിരോധമായി ഉപയോഗിച്ചിരുന്ന എല്ലാ പാപങ്ങളെയും കർത്താവ് തൻ്റെ രക്തം കൊണ്ട് ഹി മെയ്ഡ് ഇൻവിസിബിൾ. അവൻ അതിനെ അദൃശ്യമാക്കി, ആർക്കും കാണാൻ കഴിയാതെ, ശത്രുവിന് പോലും കാണാൻ കഴിയാതെ അതിനെ പ്ലാസ്റ്റർ ചെയ്ത് അതിനെ അദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. പുറപ്പാട് പുസ്തകത്തിനകത്ത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി. അതിൽ കടന്നു വന്ന സംഹാരകന് ആ ഭവനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിൽ കാണാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം കുഞ്ഞാടിൻ്റെ രക്തമാണ്. ആ കുഞ്ഞാടിൻ്റെ രക്തം അതിൽ പുരട്ടിയപ്പോൾ അവിടെ ഒരു വാതിലുണ്ട് എന്ന് പോലും ശത്രുവിന് കാണാൻ കഴിയാതെ വണ്ണം ആ വാതിലിനെ ശത്രുവിൻ്റെ കണ്ണിന് മുമ്പിൽ മറച്ചു കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും മറയ്ക്കുന്നത് കൊണ്ട് ഇനി ശത്രുവിന് അത് നമുക്കെതിരെ ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ മറച്ചും മായ്ച്ചും അദൃശ്യമാക്കിയും കളഞ്ഞു.